നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് അറിയൂ? നിന്നിൽ നിന്ന് അവക്കൊരു കുഞ്ഞു വേണം. ഏട്ടാ കണ്ടോ ഏട്ടൻ നടക്കുന്നുണ്ടോ? ഏട്ടന് ഓടാനും ചാടാനും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവൂടെ? നടക്ക്. വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നല്ലേ പറയുന്നത്? ഫലിക്കും. സൂര്യ എഴുന്നേറ്റ് നടന്നേ പറ്റൂ. എനിക്ക് സൂര്യയുടെ കുഞ്ഞിനെ പ്രസവിക്കണം. അപ്പോ ആ കുഞ്ഞായിരിക്കും കണിമംഗലത്തിന്റെ ഇനിയുള്ള അവകാശി. വരുൺ, എന്താ നീ കിടന്നില്ലേ ഇതുവരെ? ഇല്ല ചാ, കുറച്ച് കഴിയട്ടെന്ന്. പ്രിയങ്കയുടെ കൂടെ ആ മുറി കിടക്കാൻ ബുദ്ധിമുട്ടായിട്ടാണോ നീ ഇവിടെ വന്ന് കിടക്കുന്നത്? അയ്യോ, ആര് പറഞ്ഞു? പറഞ്ഞത് ഞാനാ. വരുൺ എന്നോട് വഴക്കിട്ട് പോന്ന ഞാനിവിടെ അച്ഛനോടും അമ്മയോടും അല്ലാതെ വേറെ ആരോടാ പറയാ? എന്താടാ ഇതൊക്കെ? കാര്യങ്ങൾ അല്പം ഭേദപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോ അത് കൂടുതൽ കൂടുതൽ വഷളാക്കാനാണോ നിന്റെ ഉദ്ദേശം? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് പറഞ്ഞ് പരിഹരിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. പത്മിനി, ഇരിക്കെ. അല്ല ചാ, വില വേറെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരാതെ അച്ഛനോട് വന്നിരിക്കാറില്ലേ? അത് അമ്മയായിട്ട് വഴക്കിട്ടിട്ടാണോ? അതോ അമ്മ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ദേ, നിന്റെ ന്യായമൊക്കെ കൊള്ളാം. അച്ഛൻ ഇന്ന് വരെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല. അങ്ങനെയാണോ നിങ്ങൾ തമ്മില്? അതുകൊണ്ടാ അച്ഛൻ പറഞ്ഞത് എന്താ കാര്യമെന്ന് കേട്ടിട്ട് അത് പരിഹരിക്കാന്ന്. എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എനിക്ക് വരുണിനെ സ്നേഹിച്ച് വരുണിനൊപ്പം ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹം. വരുണിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അച്ഛൻ ചോദിച്ചു നോക്ക്. എടാ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളൊക്കെ സാധാരണ കാര്യമാണ്. അതെങ്ങനെ നമ്മൾ പരിഹരിക്കുന്നു എന്നതാണ് പ്രധാനം. ദാമ്പത്യ ജീവിതത്തിൽ മറ്റൊരാളെ കൊണ്ട് അഭിപ്രായം പറയിക്കരുത്. അങ്ങനെ മൂന്നാമതൊരാൾ പറഞ്ഞാൽ നമ്മൾ തോറ്റു എന്നാണ് അർത്ഥം. മനസ്സിലായോ നിനക്ക്? ഇതെന്താ എല്ലാവരും എഴുന്നേറ്റ് ഇവിടെ വന്ന് നിൽക്കുന്നേ? പ്രിയങ്കമോള് ഞങ്ങളെ വന്ന് വിളിക്കായിരുന്നമ്മേ. ഇവൻ പ്രിയങ്കമോളോട് പിണങ്ങിയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി. സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് കുറ്റമാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?
എല്ലാ കാര്യങ്ങളും ഇവൻ അമ്മയോടല്ലേ ഡിസ്കസ് ചെയ്യാറുള്ളത്. അമ്മയ്ക്ക് എന്താ ഇവനോട് പറഞ്ഞു തിരുത്തിയാൽ എന്നാ ഇതൊക്കെ ഒന്ന് അവസാനിക്കുന്നത്? ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചാ മതിയല്ലോ. കാര്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് ഞാനിത് തീർത്തോളാം. നിങ്ങളാരും ഉറക്കം കളയണ്ട. അല്ലാമ്മേ, നീ പോയി കിടന്നുറങ്ങ്. ഞാനൊരു കാര്യം പറഞ്ഞ ഇവൻ അനുസരിക്കാതിരിക്കില്ല. ആ വിശ്വാസം ഉണ്ടോ നിനക്ക്? അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ദേ, ഇനി ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാവരുത്. പ്രിയങ്കമോളുടെ കണ്ണീര് ഈ വീട്ടിൽ വീഴരുത്. മോളെ പ്രിയങ്ക, മോള് മുറിയിലേക്ക് ചെല്ലുക, അവൻ വരും. ചില കാര്യങ്ങളിൽ നല്ല കാര്യവിവരമുണ്ട് ഇവന്, ചില കാര്യങ്ങളിൽ കുട്ടിക്കളി. വാ നമുക്ക് പോവാം. കാര്യം എന്താണെന്നറിയോ മുത്തശ്ശിക്ക്? എന്താ? എന്റെ ജീവിതത്തിൽ ഇനി സിനിമ എന്നൊരു ആഗ്രഹവും ഇല്ല. വരുൺ ഇഷ്ടപ്പെട്ടൊരു ഭാര്യയാവാന്നല്ലാതെ വേറെ ലക്ഷ്യവുമില്ല. അവളുടെ മനസ്സിൽ ഒരു പക്ക ക്രിമിനൽ ഒളിച്ചിരിപ്പുണ്ട്. സ്നേഹം കാണിച്ചാലും ദേഷ്യം കാണിച്ചാലും സൂക്ഷിക്കണം. അത്രയ്ക്ക് അപകടകാരിയാ. നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇനി നിന്നോടുള്ള അവളുടെ പെരുമാറ്റവും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് അറിയൂ. നിന്നിൽ നിന്ന് അവക്കൊരു കുഞ്ഞു വേണം. കണിമംഗലത്തിന്റെ സർവ സമ്പത്തിനും അവകാശിയായിട്ട്. അത് നേടിയെടുക്കാനുള്ള അടവാ. അതിനുവേണ്ടി കുഞ്ചു കുഴയാൻ വന്നാലേ അടിച്ച് കൊല്ലും ഞാൻ അവളെ. ബുദ്ധിയില്ലായ്മ പറയരുത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. പരമേശ്വരനോ പത്മിനിക്കോ അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ അവളെ തടയാൻ ശ്രമിക്കുന്നത് അപകടം. എന്ന് കരുതി ഞാനത് സഹിക്കണോ? ആര് പറഞ്ഞത് സഹിക്കാൻ? അവള് നിന്നെ വീഴ്ത്താനുള്ള തന്ത്രം കാണിക്കുമ്പോ അതിനേക്കാൾ മികച്ച തന്ത്രത്തിൽ അത് നേരിടണം. അവള് നിന്നെ കളിപ്പിക്കുകയാണെന്ന് അവക്ക് തോന്നിക്കോട്ടെ. അതിന്റെ ഒടുവില് കളിപ്പീര് പറ്റുന്നത് അവക്കായിരിക്കണം. അത് കൊള്ളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.